നമസ്കാരം. ശ്രീലാൽ KSൻ്റെ ഒരു ചിത്ര പ്രദർശനം എറണാകുളത്ത് ദർബാർ ഹാളിൻ്റെ മുമ്പിൽ കൂടെ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവിടെ കയറാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും അത് ആരുടെ കയ്യിലാണ്, കേരള സർക്കാരിൻ്റെ കയ്യിലാണോ അതേ രാജകുടുംബത്തിൻ്റെ കയ്യിലാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ ഷാജു നെല്ലായി ബിജു ഇവിടെ വരെ ഒന്ന് വന്നോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ഷിനിയും കൂടി മെട്രോയിൽ കയറി ആലുവ വരെ വണ്ടിയിൽ പോയി അവിടെ നിന്ന് മെട്രോയിൽ കയറി ഇവിടേക്ക് എത്തുന്നത്. ഇനി ശ്രീലാലിനെ പരിചയപ്പെടുത്തുന്നത് അത് ഷാജുവേട്ടൻ ചെയ്യായിരിക്കും നല്ലത്. വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരാൾ ജീവിതത്തിൽ ചെറിയ ഒരു സ്ട്രോക്കുമ്മൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൈവിട്ട് പോകുന്ന ഒരവസ്ഥ ആണ്. ഞാനൊരു 20 കൊല്ലമായിട്ട് എറണാകുളത്ത് വരുന്നുണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഷാജു തന്നെ ഇവിടെ ക്ഷണിക്കുകയായിരുന്നു, ഒരു പരിപാടി ഉണ്ട് ബിജു, ഞാനിപ്പോൾ ഷിനി കൂടിയിട്ടാണ് വന്നത്. ഷിനി ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കോണി കയറാം. ശ്രീലാൽ KSൻ്റെ ചിത്ര പ്രദർശനം അത് എങ്ങനെ ഷാജുവേട്ടൻ അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തും? ഞങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ 1992 ബാച്ചാണ് ശരി, ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകുന്നു. ശ്രീലാലിന് നിർഭാഗ്യവശാൽ പഠിക്കാൻ പറ്റിയിട്ട് നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അഡ്വർടൈസിങ്, ഇലസ്ട്രേഷൻ കേരളത്തിൽ നമ്മളിന്ന് അറിയുന്ന, അതായത് 90 കാലഘട്ടത്തിൽ നമ്മൾ പത്രപരസ്യത്തിലോ അല്ലെങ്കിൽ ടൂറിസത്തിലോ ഒക്കെ കാണുന്ന പല പരസ്യങ്ങളുടെയും പിന്നിലുള്ള ഇലസ്ട്രേറ്ററാണ്. അതെല്ലേ? ഒരു നമ്മൾ പരസ്യങ്ങൾ കണ്ടു തുടങ്ങിയ കാലത്തെ, അതായത് 90കളിലെ കാണുന്ന ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഡ്രോയിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇലസ്ട്രേഷന് വേണ്ടി കാത്തു നിൽക്കുന്ന പല അഡ്വർടൈസിങ് ഏജൻസികളും ഇദ്ദേഹത്തിൻ്റെ ഇലസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാരണം അത്രയും വാല്യുബിളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇലസ്ട്രേഷനായിരുന്നു. കാരണം ഇലസ്ട്രേഷൻ ചെയ്യുന്നവർ കുറവാണ്. പക്ഷേ അദ്ദേഹം അഡ്വർടൈസിങ്ങിൽ നിൽക്കുമ്പോൾ ഇലസ്ട്രേഷനിലും പെയിൻറ്റിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. നമ്മളൊക്കെ പഠിക്കാൻ പോയി തിരിച്ചു വരുന്നു അപ്പോഴും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2004 അദ്ദേഹം ലളിതകലാ അക്കാദമി ചിത്രകല അവാർഡ് കിട്ടുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഇടയിലേക്ക് പോകാം അല്ലേ? അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഷാജുവേട്ടനാണ് ഈ ചിത്ര പ്രദർശനത്തിൻ്റെ ക്യൂറേറ്റർ. ഷാജുവേട്ടൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വ്യക്തിബന്ധമുള്ള ഒരു സുഹൃത്താണ്. എന്ന് വെച്ചാൽ കല എന്നതിലുപരി ഞങ്ങൾ പരിചയപ്പെടുന്നത് മറ്റൊരു മേഖലയിൽ വെച്ചിട്ടാണ്. ഒരു ബൗദ്ധ വിഗ്രഹം വഴിയിലെവിടെയൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടാണ് ഞാൻ ഷാജുവേട്ടനെ പരിചയപ്പെടുന്നത്. അത് എടുക്കാൻ പോയിട്ടാണ് ഞങ്ങൾ പരിചയം. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയത് വലിയ വിഷമമായി. കുഴപ്പമില്ല. ഇത് വേറിട്ട ഒരു കടും വർണ്ണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രധാന ഇത് എന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് എനിക്ക് തോന്നുന്നു ശരിക്ക് തിരിച്ചാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കാരണം തുടക്കത്തിൽ കുറച്ച് മഡി കളേഴ്സും അല്ലെങ്കിൽ ഒരു അർത്തി കളേഴ്സൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് കുറച്ച് കളേഴ്സും ഫോമിലൊക്കെ വ്യത്യാസം വരുന്നത്. അദ്ദേഹം കുറച്ച് ഒരു ജോമെട്രിക്കലായിട്ടുള്ള കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് കുറച്ച് റിയലിസത്തിൻ്റെ തന്നെ സൂപ്പർ റിയലിസത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ശൈലി അങ്ങനെ ഒരു ക്ലിപ്തമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ചിത്രത്തിൻ്റെ അതിലേക്ക് പോകും. ബൈറ്റ് എടുക്കും. വെരി ഗുഡ്. ഇതാണ് ഈ അവാർഡ് ചിത്രം അല്ലേ? എത്രയിലാണ്? 2004 ലളിതകലാ അക്കാദമി ചിത്രകലയ്ക്കുള്ള അവാർഡ് കിട്ടും. പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നിപ്പോൾ പറയൂ. കൊല്ലംകാരനാണ് അദ്ദേഹം. ക്ലാസിക്കൽ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്. കലയിൽ ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ഒരു കോവിഡിന് ശേഷം 2 വർഷമായിട്ടാണ് അദ്ദേഹം പെട്ടെന്നൊരു രോഗാവസ്ഥയിലേക്ക് വരുന്നത്, ഓർമ്മകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഭൂതകാലത്തിൽ നിന്നും ഓർമ്മകളിൽ നിന്നുമാണ് നമ്മുടെ ജീവിതം
ഇന്നും നാളെയും പുനഃസൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോൾ എന്താണ് ഒരു മനുഷ്യന്, കലാകാരൻ എന്നുള്ള ഒരു മനുഷ്യന് സംഭവിക്കുകയെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരന് ആ ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ ഈ കല വലിയൊരു ഉപാധിയാണ്. മറ്റുള്ള ആളുകളെക്കാൾ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നതിന് വലിയ ഒരു സഹായം അല്ലെങ്കിൽ ഉപാധിയാണ് കല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ഓർമ്മകളിൽ പകുതി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ കൂടി ഒരു ഷോ ക്യൂറേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ നിലവിൽ ഷോകൾ ക്യൂറേറ്റ് ചെയ്യുന്നു, കലയെക്കുറിച്ച് എഴുതുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഒരു 40 പേരിലെ ബാച്ചിൽ എന്നിൽ നിങ്ങളെല്ലാവരും ഏതാണ്ട് എത്തിപ്പെട്ടു തോന്നുന്നുണ്ടല്ലേ? അതെ, ഞങ്ങളുടെ മിക്കവാറും പേരൊക്കെ ഈ ഒരു സവിശേഷമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നിലേക്ക് ഈ ക്യൂറേറ്റഡ് ഷോ എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. കാരണം ക്യൂറേറ്റഡ് ഷോ എന്നുള്ളത് അതിനൊരു കോൺസെപ്റ്റ് എടുക്കുകയും ആർട്ടിസ്റ്റ് അതുപോലെ വർക്ക് ചെയ്യുകയും അതിൻ്റെ ഓൾ ഇൻ ഓൾ അത് കൺസീവ് ചെയ്യുന്നത് ക്യൂറേറ്റർ ആയിരിക്കും. അതിപ്പോൾ ഓൾറെഡി ഉള്ള വർക്കുകളെ വെച്ചിട്ടാണ് ഞാൻ ഷോ ചെയ്യുന്നത്. അപ്പോൾ അതേസമയം തന്നെ അതിൻ്റെ വർക്ക് കിട്ടിയതിന് ശേഷമുള്ള അതിനെ കൺസീവ് ചെയ്യുന്നതിൽ ഞാൻ വളരെ ശ്രദ്ധാർഹമായിട്ട് എൻ്റേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേയിലും ഇത് കേരളത്തിൻ്റെ കലാമേഖലയിലേക്ക് മുമ്പോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ വർക്കുകൾ പറയുന്നുണ്ട്. അതേസമയം നമുക്ക് ശൈലി എന്ന് പറയുന്ന ഇത് ഭാഷയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടുള്ളത് പറയാൻ നമ്മളെ ഇപ്പോൾ അങ്ങനെ ആരും പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ ശൈലി എന്നുള്ളതിനേക്കാൾ ഒരു കലാകാരൻ സ്വന്തം ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം സമൂഹത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ വിപുലമായ ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കതിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള കലാമേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളും കലയെ മനസ്സിലാക്കാൻ കലാകാരന്മാരും മാത്രമല്ല കലയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ 150 പേർ ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി വരെ ഈ ഷോ ഉണ്ട്. പരമാവധി എല്ലാവരും കണ്ട് ഈ ഒരു മനുഷ്യൻ്റെ കലയിലേക്കും ജീവിതത്തിലേക്കും ഒരു വലിയ സഹായം എന്നുള്ള രീതിയിൽ ഇതിനെ കാണുകയും ആ രീതിയിലുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മനോഹരമായ ഈ ചിത്രങ്ങളും ഈ പടവുകളും നൽകിയത് വല്ലാത്തൊരു അനുഭവമാണ്. ഇന്നലകളെ ഇന്നിനെ നാളേക്ക് ചേർത്ത് വയ്ക്കുന്നതിന് പറ്റാതെ വരുമ്പോഴുള്ള വല്ലാത്തൊരു അവസ്ഥ. ആ അവസ്ഥ യഥാർത്ഥത്തിൽ അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളതും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാനായിട്ട് കഴിഞ്ഞത് ഷാജുവേട്ടൻ്റെ ഈ ബന്ധം കൊണ്ട് തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട് എനിക്ക് അറിയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.